പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ച് നുണപറയൽ മത്സരം സംഘടിപ്പിച്ച് ഡിവൈഎഫ്ഐ സതീശന്റെ നുണ എന്ന് പേരിട്ട പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നുണകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞവർക്ക് സമ്മാനം വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കാളികളായത്. സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപണങ്ങൾ കടുപ്പിക്കുന്നതിനിടെയാണ് വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടിയുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയത്. സതീശന്റെ നുണ പറയൽ മത്സരം എന്ന് പേരിട്ട പരിപാടിയിൽ 2 മിനിറ്റ് സമയമാണ് മത്സരാർത്ഥികൾക്ക് അനുവദിച്ചത്. ഈ സമയത്തിനുള്ളിൽ വി.ഡി. സതീശൻ പറഞ്ഞ നുണകൾ പരമാവധി പറയണം. തുടങ്ങിയപ്പോൾ തന്നെ മത്സരത്തിന്റെ വാശിയേറി. UDFന്റെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടി ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 1000 രൂപയിൽ നിന്നും 1500 രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന ഒരു നുണ അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. എന്നാൽ 2016 പ്രകടന പത്രികയിൽ 1000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു നുണ എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ നുണകൾ എണ്ണി പറഞ്ഞ സഫ്വാൻ, അദീന, ഷിഫ, അമൃത എന്നിവർ വിജയികളായി. ഒരു മത മേലധ്യക്ഷന്മാരുടെയും തിണ്ണനിറങ്ങാൻ പോകാറില്ല എന്ന് പറഞ്ഞു. പക്ഷേ 1.5 മണിക്കൂറോളം തിണ്ണനിറങ്ങിയിട്ടുള്ള വീഡിയോകൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അധികം സംസാരമൊന്നും കണ്ടിട്ടില്ല. മത്സരം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി. വസീഫ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ വി.ഡി. സതീശനും കുറച്ചുകൂടി വേഗതയിൽ നുണകൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റുമോ എന്നാലോചിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ നുണകളെയെല്ലാം ഒരേ ഫ്രെയിമിൽ കൊണ്ടുവരാൻ എത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഈ നുണകളുണ്ട്, അങ്ങനെയാണല്ലോ അവരിലൂടെ തന്നെ അത് ഒന്ന് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഞങ്ങൾക്കുണ്ട്. വി.ഡി. സതീശൻ പറഞ്ഞ നുണകളെക്കുറിച്ച് ഡിവൈഎഫ്ഐ സബ് കമ്മിറ്റി തയ്യാറാക്കിയ വീഡിയോയും പരിപാടിയിൽ പ്രദർശിപ്പിച്ചു. ഓൺലൈനിലൂടെയും വി.ഡി. സതീശൻ പറഞ്ഞ നുണകൾ അയച്ചു നൽകാം. ഇവ ഉൾപ്പെടുത്തി സതീശന്റെ നുണ എന്ന പേരിൽ ഓൺലൈൻ ബുക്ക് പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഡിവൈഎഫ്ഐ. വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ജില്ലയിൽ പര്യടനം നടത്തുന്നതിനിടെയാണ് ഡിവൈഎഫ്ഐ സതീശന്റെ നുണ പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് മലയാളം, കൊച്ചി.